വലിയ സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, സാദാത്യങ്ങൾ, ഔലിയാക്കൾ ഈ 100 കൊല്ലക്കാലം നയിച്ചത് അങ്ങനത്തെ ആളുകളാണ്. ഇപ്പോഴുള്ള ആളുകൾ അങ്ങനെ ചെറുതാക്കാനൊന്നും പോകണ്ട. സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ മൂപ്പർ അങ്ങട്ടല്ലേ ഇങ്ങട്ടല്ലേ സോഷ്യൽ മീഡിയയിൽ 100 കുറ്റം പറയുന്ന ആളുകളുണ്ട്. ഞാൻ അവരോട് പറയട്ടെ, ജിഫ്രി തങ്ങളുടെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വന്നേക്കാം. പക്ഷെ അവരൊക്കെ മഹാത്മാക്കളാ. അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം അവരുടെയൊക്കെ പ്രത്യേകതകളും നാവിന്റെ അസറുകളും. നിങ്ങൾക്കറിയുമോ, ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ ക്രൈസ്തവ പുരോഹിതനുണ്ട്. ഫാദർ സുലൈമാൻ എന്നാണ് പേരിട്ടിരുന്ന ആദ്യം. ഇപ്പൊ യഥാർത്ഥ ക്രിസ്ത്യാനിന്റെ പേരാക്കി മാറ്റിയിട്ടുണ്ട്. പ്രമുഖനാണ് കേരളത്തിലെ. ഇദ്ദേഹം ദാരിമിയാണെന്ന് കുറെ കാലം രംഗത്ത് വന്നിരുന്നു. തുടക്കത്തിൽ എന്താ പ്രശ്നം? നന്ദി ദാറുസലാമിൽ ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ പഠിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന മനുഷ്യനെ, മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ അവിടെ ഉസ്താദാണ്, അദ്ദേഹം പറഞ്ഞു, ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോ നീ പോയിക്കോ, നിന്നെ പെട്ടിയെടുത്തോ, ബുക്ക് കൊടുത്തോ, സ്ലേറ്റ് കൊടുത്തോ, കിതാബന്റെ എന്തൊക്കെയുള്ള ചടുത്ത് വേഗം പോയിക്കോ അവർ പറഞ്ഞയച്ചു. ആർക്കും അത്ര ഗൗരവമുള്ള കേസല്ല. മനസ്സിലായില്ല ഇതിൽ അത്ര നിർദ്ദയമായി പറഞ്ഞയക്കാൻ. അവസാനം പലരും ശുപാർശ ചെയ്തു, റെക്കമെൻഡ് ചെയ്തു. നല്ല കുട്ടിയാണ് ഉസ്താദെ, ഓന് തിരിച്ചെടുക്കണം. സാധാരണ ജിഫ്രി തങ്ങൾ വേഗം മനസ്സറിയും. അങ്ങനെ പിടിവാശൊന്നുമില്ല മൂപ്പരിക്ക്. വളരെ അയവാണ് മൂപ്പരി. കാണുന്ന മാതിരി ബന്ധപ്പെട്ട് പറഞ്ഞൊക്കെ സ്വീകരിക്കും. നല്ല മനസ്ഥിതിയാണ്. ഇവരുടെ കാര്യത്തിൽ മാത്രമേ ആരും അടുത്ത് ശുപാർശ വരണ്ട. അവൻ പോട്ടെ പുറത്ത്. ലാസ്റ്റ് പുറത്തു പോയി. വൈകാതെ അവൻ ക്രിസ്ത്യാനിയായി. മഹാനവറുകൾ ഇവൻ ക്രിസ്ത്യാനിയാവും, കുഫ്ർ ഇവന്റെ കൽബിൽ കാണുന്നു എന്ന് കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കി. ഇത് ജിഫ്രി തങ്ങൾ മാത്രമല്ല, ശംസുൽ ഉലമയും ഇങ്ങനെയായിരുന്നു. അങ്ങനത്തെ ആൾക്കാരായി ഈ മഹാത്മാക്കൾ. ഈ കാണുന്ന ഇവിടെ കിടക്കുന്ന അറബിയ ഉസ്താദ് സമസ്ത മുഷാവറങ്ങായിരുന്നു. അതുപോലുള്ള സ്വാലിഹീങ്ങളായ കുറെ ആൾക്കാരുണ്ട്. അവർക്ക് മനസ്സറിഞ്ഞ് ദുആ ചെയ്ത ഇജാബത്ത് കിട്ടുന്ന മഹാന്മാരായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, അവരുടെ മാർഗമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്തക്ക് പരിക്കേൽപ്പിക്കാൻ വേണ്ടി ആര് വന്നാലും അവരുമായി നമുക്ക് അനുരഞ്ജനത്തിന് സാധ്യമല്ല. പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ, ഈമാൻ നിലനിർത്താൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വെട്ടിത്തെളിയിച്ചു തന്ന ഈ പാതയിലൂടെ നമ്മൾ ധൈര്യമായി ഉറച്ചു മുന്നോട്ട് പോകണം. അതിനെതിരെ വരുന്ന എതിർപ്പുകൾ ഏത് ഭാഗത്തു നിന്നായിരുന്നാലും അത് ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.